ഗൈസ്, നമ്മളിന്ന് വീട് താമസിച്ചിട്ട് അതായിട്ട് പാല് കാച്ചലൊന്നല്ല, നമ്മൾ കഞ്ഞി വെക്കല കേട്ടോ ഇവിടെ. ഇതാണ് എൻറ്റയർ കിച്ചൺ, ചെറിയ കിച്ചണാണ്. നമ്മൾ കപ്പ പുഴുങ്ങിയിടില്ലേ? എങ്ങനെയാണ് പുതിയ വീടിന്റെ അഭിപ്രായം? അച്ഛൻ വീഡിയോ എടുക്കല്ലേ? അപ്പൊ ഈ വീടിനെ കുറിച്ച് എന്താണ് പറയുക? റൂം ഇഷ്ടപ്പെട്ടു. പുതിയ വീടിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇഷ്ടപ്പെട്ടു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. സ്വന്തം വിഷയമായതൻ പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹോം ടൂറാണ്. അതായത് ഞങ്ങൾ പഴയ വീട്, ഞാൻ ഇടയിൽ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഈ വീട് മാറാൻ പോവാണ്. എവിടെ വീട് മാറുകയാണെങ്കിൽ നമ്മൾ ആ വീട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. നമ്മുടെ ആ വാടക വീടിൻ്റെ ടൂറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. UK വീടുകളും കാര്യങ്ങളും അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കാണുന്നത് നല്ലതാണ്. ഇവിടുത്തെ കുറേ ഫെസിലിറ്റീസ് നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടിട്ട് നാട്ടിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ ഇന്ന് ചെറിയ ഞങ്ങളുടെ ഹോം ടൂർ, അതായത് ഫാമിലി ഹോം ടൂറിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് എൻട്രൻസ് കാണിക്കുക. ഇതാണ് കേട്ടോ, ഇതാണ് എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ തരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ സാധനം ഇവിടെ ഉണ്ട് കണ്ടല്ലേ, നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുണ്ടോ ഷൂ റാക്കുകളിനകത്ത് ഫുള്ള് ഷൂകളും കാര്യങ്ങളും സംഭവം ഫുള്ള് ഫില്ലായി കിടക്കുക. ഞങ്ങൾ 2 ഫാമിലി കേട്ടോ ഇവിടെ താമസിക്കുന്നു. ഓക്കെ, ഇവിടെ തന്നെ നമ്മുടെ ഒരു എന്താണ് ഗ്രൂവറും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. സംഭവം കുഴപ്പമില്ല, നല്ല ഗ്രൂവർ സെറ്റപ്പ് ഉണ്ട്. ഇത് മാത്രമല്ല മുകളിലും ഉണ്ട് ഗ്രൂവർ. ഈ വീടെടുത്തപ്പോൾ അങ്ങനെ കുറേ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടിയായിരുന്നു. അതുപോലെ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിനകത്ത് കുറേ സാധനങ്ങൾ, അതുപോലെ വാട്ടർ എന്തൊക്കെയോ പൈപ്പോ കാര്യങ്ങളോ എന്തൊക്കെയോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മുകളിലാണ് റൂമുകളും കാര്യങ്ങളും വരുന്നത്. റൂമുകളൊക്കെ നമ്മൾ പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അവിടെ ഫുൾ കുക്കിംഗ് ആകുമ്പോൾ വീട്ടിൽ പോകാം. പക്ഷേ അവർക്ക് പണിക്ക് പോകാൻ ടൈം എന്നിട്ട് ഞങ്ങളൊന്ന് കുക്ക് ചെയ്യിപ്പിക്കും ഞാൻ, കാരണം വീഡിയോ എടുക്കാൻ നിന്നുകൊണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടൊന്ന് കാണിച്ചു തരാം. രാത്രിയാണ്, എന്നാലും കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഫ്രണ്ടാണ്. നമുക്കിവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ എന്താ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ലൊക്കേഷൻ ഞാൻ ഫുള്ള് ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയ ഫുള്ള് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ, റെസിഡൻഷ്യൽ ഏരിയ ആണ് ഫുള്ള്. ഇതേപോലെ വീടുകളും കാര്യങ്ങളുമാണ് ഇവിടെ. ഇത് ഫാലോ ഫീൽഡാണ് കേട്ടോ ഏരിയ. ഇവിടുന്ന് പിക്കാലിലേക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. വിച്ചു ഹായ്. അതെ തന്നെ വണ്ടിയുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിച്ചു ഇവിടെ? യെസ്, ഇത് വണ്ടി, പിന്നെ ഓക്കെ ശരി, അതും വണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ അറ്റ്മോസ്ഫിയർ. ഒരു 3 ബെഡ് ഫ്ലാറ്റാണ് കേട്ടോ. അതിനകത്ത് 3 ബെഡ് ഫ്ലാറ്റാണ്. ഓക്കെ, ഹലോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കേട്ടോ. വേറെ നിങ്ങൾ അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിടുക. എന്നാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിടുക, എന്നാലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പുതിയ വീഡിയോസ് ആയിട്ട് വരാം അല്ലേ. നമുക്ക് അകത്ത് കയറാം. നമുക്ക് അകത്ത് കയറി റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. നല്ല കാന്താരി ചമ്മന്തിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നെസ്റ്റ് മേടിച്ചിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് വന്ന സംഭവമാണ്. അപ്പോൾ എനിവേ അപ്പോൾ അത് പ്രോഗ്രസ്സിലാണ് അല്ലേ. പണിക്ക് വന്ന് തിരക്കായ എന്നാൽ ശരി, നീ പോക്കോ, ഞാൻ ബാക്കി ഞാൻ ഉണ്ടാക്കി തന്നോണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസും നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടാണ്. കണ്ടില്ലേ, നല്ല TV, 6 TV, സോണിയ ബ്രാവിയുടെ TV ആണ്. അതേപോലെ ഇവിടെ പ്ലേ സ്റ്റേഷനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഓണർ മേടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. സംഭവം എന്തായാലും പെടയായിട്ടുള്ള സംഭവങ്ങളാണ്. പുള്ളി നല്ല ട്രാവലറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഏരിയ ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ. സംഭവം കണ്ടില്ലേ, നീറ്റായിട്ടുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഡൈനിങ് ഏരിയ കേട്ടോ. സംഭവം ദച്ചുവിൻ്റെ സൗണ്ട് കാണുകയും ദച്ചു ഫുള്ള് വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും പ്രശ്നം. ഈ പുള്ളിക്കാരൻ ട്രാവലറാണ്. അത്യാവശ്യം ഒരുവിധപ്പെട്ട കൺട്രി ട്രാവൽ ചെയ്തിട്ട് അതിൻ്റെ സോവനീഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കാം കേട്ടോ.
അതെന്നും അടക്കി പോരുന്നുള്ള രീതിയിലാണ്. വലിയൊരു അടാറ് ഫ്രിഡ്ജാണ്, ഒരു വലിയ ഫ്രിഡ്ജാണ്, കണ്ടില്ലേ, വണ്ടം ഫ്രിഡ്ജാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർ ഒരു ഒരു ഫ്രീസർ തന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ആയിട്ട് അവരുടെ വീട്ടിനകത്ത്. ഇത് അവരുടെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബമായിട്ട് താമസിച്ചിരുന്നൊരു വീടാണ്. അതിനകത്തൊന്നുമില്ല, പുതിയ വീടാണ്. ഡബിൾ ഡോറിൻ്റെ അടാറ് ഫ്രീസർ, സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല അടാർ സാധനം. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. വൈഫൈ ഫെസിലിറ്റീസ് എല്ലാം അതിനകത്തുണ്ട്. ഇതാരോ നോക്കൂ, തെച്ചു കണ്ണാടി ഇട് കാണിച്ചു കൊടുക്കും ചേട്ടന്മാർക്ക്. ഹായ് പറഞ്ഞിട്ട് കണ്ണാടി ഇട്ടിട്ട്, കണ്ണാടിയുടെ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പറ. അവള് പറഞ്ഞു. അതെ, കാർട്ടൂൺ പറഞ്ഞു കൊടുക്കും. ഇതെന്തൊക്കെയാ സാധനം പറഞ്ഞു കൊടുക്കും. കാർട്ടൂൺ, പിന്നെ എന്തൊക്കെയാ പുളി ഗ്ലാസ് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ദച്ചുവിന് കളിക്കാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ ഇവിടെ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ സേഫ്റ്റിയെ ചൊല്ലിയിട്ട് ഞങ്ങൾ എല്ലായിടത്തും മാറ്റിയില്ലെങ്കിൽ എല്ലായിടത്തും പൊളിക്കാനുള്ള സാഹചര്യമുണ്ട്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ TV ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇരുന്ന് കാണാം. നമ്മളുടെ കിച്ചൺ. ഗൈസ്, നമ്മളിന്ന് വീട് താമസിച്ചിട്ട് അതായിട്ട് പാല് കാച്ചലൊന്നല്ല, നമ്മൾ കഞ്ഞി വയ്ക്കല കേട്ടോ ഇവിടെ ചെയ്യുന്നത്. നല്ല കഞ്ഞിയും സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ട് ഇരിക്കുന്നത് കേട്ടോ. സംഭവം ഇപ്പം ഈ വീട്ടിനകത്ത് ഈ കിച്ചൺ മാത്രമേ വൃത്തിയുള്ളൂ. കാരണം ഇപ്പോൾ വന്ന് കയറിയുള്ളൂ, എല്ലാം അടുക്കി വെച്ചു. ഇത് ഒരു ഓവൻ. ഇതാണ് എൻറ്റയർ കിച്ചൺ. ചെറിയ കിച്ചനാണ്, ചെറിയൊരു ഏരിയ, ഫുള്ള് കബോർഡുകൾ. താഴത്ത് നമ്മുടെ ഒരു ഓവൻ, അതിനകത്ത് പിസ്സ ഇരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഫ്രീസർ, പിന്നെ നമ്മളുടെ ഒരു വാഷിംഗ് മെഷീൻ, അവിടെ സ്റ്റോറേജ് സ്പേസുകൾ, ഇപ്പുറത്ത് സ്റ്റോറേജ് സ്പേസുകൾ, മുകളിൽ സ്റ്റോറേജ് സ്പേസുകൾ. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസുകൾ കൊണ്ട് ഫുള്ള് നടത്തുകയാണ് കേട്ടോ. ഇത് വേറൊരു സംഭവം സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് കേട്ടോ. അത് അവിടെയും നമുക്ക് സാധനങ്ങൾ വയ്ക്കാം. ഓക്കെ, നമ്മൾ കപ്പ പുഴുങ്ങിയില്ലേ? എങ്ങനെയാണ് പുതിയ വീടിൻ്റെ അഭിപ്രായം? എന്താ പഴയ വീടിനെ കേട്ടി? പഴയ വീടിനേക്കാൾ പുതിയ വീടാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഈ ഏരിയ സമയമല്ലോ നോക്കാം. നിനക്ക് പണിക്ക് പോകണം നല്ല ദൂരം ഉണ്ട് അല്ലേ? പണിക്ക് പോകാൻ കുഴപ്പമില്ല. അതേ കഴിച്ച് ഞങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറാനുള്ളൊരു സാഹചര്യമുണ്ട്. ഒരു ഷോർട്ട് ടൈം അക്കോമഡേഷനാണ്. ഇത് കണ്ടില്ലേ, ഇത്രയുണ്ട് പെണ്ണ്. ചെറിയ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും കണ്ടില്ലേ? ഒന്നും അയാൾ കുറ്റം പറയണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഇന്നലെ കയറി താമസിച്ചേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ എൻ്റെ ഒരു ധൃതിയിൽ അക്കോമഡേഷൻ ടൂർ ഇടുക കേട്ടോ. ഞാൻ പുറകിൽ കാണിച്ചു തരാം. പുറകിൽ ലോക്കല്ലേ, ഒരു മിനിറ്റ്. ഇതാണ് ഒരു ചെറിയൊരു സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ബാക്കിൽ. സംഭവം ഇതുണ്ടോ, കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്ന ഈ സ്പേസിലേക്കാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൃഷിയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഫ്ലോർ ശരിയല്ല, കുത്തിപ്പൊളി മണ്ണൊന്നുമില്ല, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഗ്രില്ലടിക്കാം, തുണിയൊക്കെ ഉണക്കാനിടാം, നല്ല പാർട്ടി കണ്ടക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പാർട്ടി ഇല്ലേ പുഷ്പ? ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു ഏരിയ കേട്ടോ. ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഏരിയ വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്യുന്ന ഏരിയയാണ്. ഇതിലൊക്കെയാണ് വേസ്റ്റ് കൊണ്ടിടുന്നത്. മറ്റവിടെ പഴയ വീടിൻ്റെ ടൂർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് വേറൊരു ലെവലാണ്. അത് വീട്ടിനകത്ത് ചെറിയ ചെറിയ ബിന്നുകളുണ്ടാവും. ഇത് വലിയ ബിന്ന്, എല്ലാ വീട്ടുകാർക്കും കൂടിയിട്ടുള്ള ബിന്നാണ് തോന്നുന്നു, അറിയില്ല. എൻ്റെ ഒപ്പം കയറും സ്റ്റെപ്പ്, എല്ലാവരും കയറിയോ, സ്റ്റെപ്പ് കയറിയോ, ഓരോ സ്റ്റെപ്പായി കയറിയോ. ഇവിടെ പോകുമ്പോൾ തന്നെ വേറൊരു ഗ്രൂപ്പ് സംഭവങ്ങൾ കാണാം. ഓക്കെ, അതിനൊപ്പം തന്നെ അത്യാവശ്യം യൂസിന് വേണ്ടി ഒരു ലാഡർ, പിന്നെയും വേറൊരു ഗ്രൂവ്, ഫുള്ള് സംഭവങ്ങളാണ്, സെറ്റപ്പ്. പിന്നെ ഇപ്പോൾ വന്നുകൊണ്ട് കുറേ സാധനങ്ങൾ ഇവിടെ തന്നെ കിടക്കുന്ന കാണാം. ഓക്കെ, ഇത് നമ്മുടെ അയൺ ബോക്സ്. പക്ഷെ ഇതിനകത്ത് ഞാൻ നിഗൂഢമായൊരു പെട്ടി കണ്ടു, എന്താണെന്നറിയില്ല. അത് ഹീറ്ററുണ്ട്, അതിൻ്റെ ബാക്കി എന്തൊക്കെയോ കുറേ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ, തന്നിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു റൂമാണ്. ആ റൂം എംറ്റിയാണ്. അതിനകത്ത് എംറ്റി അല്ല, അതിനകത്ത് സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. പിന്നെ ഈ റൂമിനകത്ത് കയറി നോക്കാം. അപ്പോൾ നമുക്ക് മറ്റേ ബെഡ്റൂം കാണിച്ചു കേട്ടോ. മിനിറ്റ്.
ദച്ചു അവളുടെ സ്വന്തം ഉപ്പുമുളക് പാറക്കുട്ടിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. പാറക്കുട്ടി അതാണ് അവളുടെ പരിപാടി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം. അല്ല ദച്ചു എന്താ കാണുന്നത്? പാറുകുട്ടി കാണാം. ഇതാ ബെഡ് കേട്ടോ. ബെഡ് ഏകദേശം ഇതിൻ്റെ ബെഡിൻ്റെ ഒരു ഹൈറ്റ് കാണിച്ചു തരാം. ഇത്രയും വലിപ്പം ഉള്ള നല്ല അടിപൊളി വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഈ റൂമിനകത്ത് നമുക്ക് അവർ തന്നിട്ടുണ്ട്. ചെറിയൊരു റൂമാണെങ്കിൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഒരുപാട് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതേ കണ്ടത് ഇവിടെ ഒരു നമുക്ക് ടേബിളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ സ്റ്റോറേജ് സ്പേസുകളൊന്ന് തുറന്ന് കാണിച്ചാൽ എല്ലാം തുറന്ന് കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ബോധം കിട്ടൂല്ലോ. അതുകൊണ്ടാണ് ഞാൻ തുറന്ന് കാണിക്കാതിരിക്കുന്നത്. അച്ഛൻ വീഡിയോ എടുക്കല്ലേ? അമ്മേനെ വീഡിയോ എടുക്കണ്ടേ? ഇതാണ് നമ്മുടെ വീട്, റൂം. ഇതാണ് ഇഷ്ടം പോലെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആട്ടോ. ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കാം. അമ്മൂനിക്ക് എടുത്തു. ഓക്കെ, ഇതൊക്കെ സ്റ്റോറേജുകളാണ്. ഫുള്ള് സ്റ്റോറേജ്. ഇതിനകത്ത് ഇതെല്ലാം ഈ സെയിം സെറ്റപ്പിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റികളാണ്. നമുക്ക് പുറത്തെ ഇവിടുത്തെ വിൻഡോ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്തെങ്കിലും നോക്കാം. എന്നെ തന്നെ എൻ്റെ ഗ്ലാസ്സിൽ കൂടി കാണുന്നു. ശിങ്കുഴിഞ്ഞി. അതെ, അപ്പുറത്ത് കുറേ ഫ്ലാറ്റുകളും കാര്യങ്ങളുണ്ട്, നമ്മുടെ സെയിം ഫ്ലാറ്റുകൾ പോലത്തെ. ഈ വീടിനെ കുറിച്ച് എന്താണ് പറയുക? റൂം ഇഷ്ടപ്പെട്ടു. പുതിയ വീടിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ ഇതാണ് നമ്മുടെ റൂം കാര്യങ്ങൾ എല്ലാം. ഇതാണ് നമ്മുടെ സ്മോൾ ഫാമിലി. അതുപോലെ പുതിയ വീടിന്റെ വിശേഷങ്ങളും ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ റൂം മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ പോയിട്ട് നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യുക? കാരണം അവരുടെ പ്രൈവസി നമ്മൾ തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ഒരു റൂമാണ് അപ്പുറത്തുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു സിംഗിൾ റൂം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ കുറേ സ്ഥാപന ജംഗമ വസ്തുക്കൾ അതിനകത്ത് വെച്ച് പൂട്ടിയിരിക്കുക. ഇതാണ് നമ്മളുടെ ശൗചാലയം. കണ്ടില്ലേ? സംഭവം അധികം വലുതൊന്നുമല്ല, സംഭവം കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കിടന്നും നിന്നും എല്ലാം കുടിക്കാം. സെറ്റപ്പ്. ഇതാണ് UK-യിലെ ബാത്റൂം. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ്. ഹീറ്റർ അതിനകത്ത് ഉണ്ടാവും. ഫുള്ള് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കാണും. പിന്നെ ഇവിടെയും സ്റ്റോറേജ് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകളുണ്ട് ഇതിനകത്ത്. ഗൈസ്, നമ്മളിപ്പോൾ പുതിയ സ്ഥലം മാറിയ ഏരിയൻ്റെ ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പഴയ ഇരുന്ന സ്ഥലം കാണാനൊക്കെ ഇപ്പോൾ ഞാൻ ഏരിയ കാണിച്ചു തരാം. ഇവിടേക്കൊന്നും കാണാൻ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ ഇരിക്കുന്ന ഏരിയയിൽ ചെറിയ മീൻസ് നമ്മൾ മുന്നിരുന്ന ഏരിയയുടെ ഒരു വൃത്തിയൊന്നുമില്ല. പക്ഷേ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളിരിക്കുന്ന ആ ഫേലോ ഫീൽഡ് ഏരിയയിലെ ചെറിയ സിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നിരുന്ന ഏരിയയിൽ നിന്ന് ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറേണ്ടി വരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ തന്നെ ഒരു ഏഷ്യൻ ഷോപ്പ് കണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ വെജിറ്റബിൾസും നമ്മുടെ അരി കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. അങ്ങനെ ഒരു ഗുണം ഇവിടെ വന്നപ്പോൾ കിട്ടി. ഇവിടെ നമുക്ക് പിക്കാട്ടിലേക്ക് പോകുന്ന സ്ട്രൈറ്റ് ബസ്സുകൾ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഈ നമുക്ക് സിറ്റി ഒന്ന് കാണിച്ചു തരാം. എന്തായാലും നമ്മുടെ നമ്മുടെ ഹൗസ് ടൂർ നടത്തുന്ന സമയത്ത് ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. നമ്മൾ ഈ ബ്ലാക്ക് ഫീൽഡ് പലവട്ടം കാണിച്ച കേട്ടോ. എന്നാലും ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന്. UK-യിലെ ഏറ്റവും നല്ലൊരു കാര്യം ഇതാണ്. കാരണം വെച്ചാൽ ഏത് മൂലയ്ക്ക് പോയി കഴിഞ്ഞാലും ഇതേപോലൊരു പാർക്ക്, പബ്ബ്, ചെറിയ ഷോപ്പുകൾ കിട്ടും. ഗൈസ്, ഇവിടെയും തത്തമ്മയുണ്ട് കേട്ടോ. കണ്ടില്ലേ, പറന്നു കൊണ്ടേ.
ഗായ്സ് ഒടുവിൽ നമ്മൾ പ്ലാറ്റ്ഫീൽഡിലെത്തി. വെച്ചോളുടെ പണി തുടങ്ങി വന്നു. ഈ ചെറിയൊരു കാട് കണ്ടില്ലേ, ഈ കണ്ടൽ കാട്, ഇതിനകത്ത് ഈ കാണുന്ന താറാവൊക്കെ ഇതിനകത്ത് തന്നെ മുട്ടയിടുക. ഇതിനകത്ത് ഇനി ഇവിടെ ഉള്ള ഇത് നോക്കുന്ന ആൾക്കാർ പോയിട്ട് ആ മുട്ട കളക്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും. പിന്നെ മുട്ട നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും.